ധ്യാനാത്മകമായ ജീവിതം. ഒരിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കണ്ടില്ലേ ചിന്താവിഷ്ടയായ ശ്യാമള സിനിമ, ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോയൊരു സിനിമയുണ്ട്. അവനെ ഉത്തരവാദിത്വം ഒളിച്ചോടി കളിയാക്കിയിട്ടാണ് പറഞ്ഞതെങ്കിലും ഭഗവാൻ എപ്പോഴും പറഞ്ഞു വന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴും തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധ്യജ, അങ്ങനെ പറഞ്ഞു. എപ്പോഴും സദാസമയം എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ, നിത്യനൈമിത്തിക കർമ്മങ്ങളെ ഏറ്റെടുത്ത് പൂർത്തിയാക്കും. ഇതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തി ഒരിക്കലും ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, കുടുംബത്തിനെ മാറ്റി നിർത്തലല്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരു ഭർത്താവിന് നല്ല ഭർത്താവാകണമെങ്കിൽ ഭക്തിയാണ് നല്ലത്. അതുപോലെ ഭാര്യയ്ക്ക്, കുടുംബത്തിൽ, കുട്ടികൾക്ക് ഒരു പരസ്പര ഐക്യം വരണമെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് പാർട്ടായിട്ട് എൻ്റെ കുടുംബത്തിനെ കാണുന്നു. അവിടെ പിന്നെ വ്യക്തി വിരോധങ്ങൾ ഉണ്ടാവില്ല. കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങും, പിന്നെ അത് സമൂഹത്തിലേക്ക് വളർന്നു വരും. അതൊക്കെ ഋഷിമാർ നമുക്ക് വിധി പറഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഉപാസനയിലൂടെ വന്ന് മനസ്സ് ഏകാഗ്രമായി, ധ്യാനരൂപത്തിൽ ഏകാഗ്രമായി, അവസാനം നമ്മുടെ ബോധം ധ്യാനരൂപത്തിൽ ലയിക്കുന്ന സമയത്ത് നമ്മൾ പറയും സാക്ഷാത്കാരമായി, ധ്യാനമൂർത്തിയുമായി ഒന്നായി. പിന്നെ ഞാൻ എന്ന അഹങ്കാരം ഇല്ല. ഇപ്പം ഞാനാണ് ധ്യാനിക്കുന്നെങ്കിൽ ഞാൻ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിത്വം മാറി അഹം ബ്രഹ്മാസ്മി ആ അവസ്ഥയിലേക്ക്. പിന്നീട് ആ വ്യക്തിയിലൂടെ പ്രകടമാകുന്നതൊക്കെ ഈശ്വരീയ ശക്തിയാണ്. അവരുടെ സകല കർമ്മങ്ങളും ഈശ്വരീയമായ കർമ്മങ്ങളായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ അവതാരങ്ങൾ എന്ന് പറയുന്നത്. അവർ കാലാകാലം ഭൂമിയിലുണ്ട്. അത് ഈ തത്വങ്ങൾ അറിയുന്നവർ അവരുടെ അടുത്ത് എത്തിപ്പെട്ട് അവിടെ നിൽക്കും. അവർ പറയുന്ന മാർഗത്തിലൂടെ നടക്കും. അല്ലാത്തവർ അവരെ മാറ്റി നിർത്തും. ഈശ്വര രൂപങ്ങളെ നിർത്തിയിട്ട് ആൾ രൂപങ്ങളാണ്, എന്താണ് പറയുക, ആൾ ദൈവങ്ങളാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് നടക്കും. അവർ ശാസ്ത്രം പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അത്രേ ആയിട്ടുള്ളൂ. എല്ലാവരും ഇതേ യാത്രയിൽ തന്നെയാണ്. ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിലാണ്. ആരാണ് സീനിയർ ജൂനിയർ ഒന്നും ഇവിടെ ഇല്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. എനിക്ക് ഞാനും ദൈവവുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു വരുന്നുണ്ടോ, ഇത് മാത്രമേ നോക്കാനുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ഭക്തി. അങ്ങനെ ഭക്തിയിൽ ഉറച്ചിരിക്കുന്ന ഒരാളിൽ നിന്നും വരുന്നതെല്ലാം ഈശ്വരീയമായ കർമ്മങ്ങളായിരിക്കും, സമൂഹത്തിന് നന്മ നൽകുന്ന കർമ്മങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ട് അതേ വരുള്ളൂ. എൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഉള്ളിൽ നന്മകൾ മാത്രമുള്ളെങ്കിൽ നന്മകളെ വരുള്ളൂ. തിന്മകളാണെങ്കിൽ കർമ്മത്തിൽ അത് പ്രതിഫലിക്കും. ഓരോ വ്യക്തിയും അങ്ങനെയാണ്. നമ്മൾ ഏതൊന്നിലാണോ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് അതാണ് പുറത്തു വരിക. ഭഗവത്ഗീത പറഞ്ഞു, ആരെങ്ങനെ ഭാവന ചെയ്യുന്നുവോ ആ വ്യക്തി അങ്ങനെയായി മാറുന്നു. ഇതാണ് ഭഗവാന്റെ വാക്ക്. അപ്പൊ ഇവിടെ ഈ ഭക്തിയെ സമൂഹത്തിന് നന്മയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഭഗവാൻ പറഞ്ഞു തരുന്നു. കാരണം സർവ്വഭൂതങ്ങളോടും വിരോധമില്ലാതിരിക്കും. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കിയാൽ കാണുന്ന രൂപമല്ല പറഞ്ഞത്, ഭവിച്ചത്, ഉണ്ടായത്. അതാണ് ഭൂതം എന്ന് പറഞ്ഞത്. ഈ സൃഷ്ടിയിലെ സകലതിനെയും അവനവനായിട്ട് കാണാനുള്ള കാഴ്ചപ്പാട്, ആ അറിവുണ്ടാവണം. ഇതാണ് ഭഗവാൻ ഭക്തി എന്ന്. ഈ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ആമുഖമായിട്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. ഇന്നത്തെ ചർച്ചാ വിഷയം ഭക്തിയെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്നത് എങ്ങനെ, ഭക്തിയെ ലോക നന്മയ്ക്കായിട്ട് മാറ്റുന്നത് എങ്ങനെ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തീർത്ഥയാത്രകൾ എന്തിനൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. തീർത്ഥയാത്ര ഉണ്ട്. ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അല്ലെ, ഇരുമുടി കെട്ടും കെട്ടി നമ്മൾ തലയിൽ വെച്ചിട്ട് ശബരിമലയ്ക്ക് പോകുമ്പം സ്വാമിക്ക് ശരണം വിളിച്ചുകൊണ്ടൊക്കെ പോകും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഗുരുസ്വാമിയോട് ചോദിക്കണം, ഈ ഇരുമുടി കെട്ട് എന്തിനാണ് രണ്ട് പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്? ഒരു കിഴി കെട്ടി തലയിൽ വെച്ച് അങ്ങോട്ട് പോയാൽ പോരെ. ഈ കെട്ട് മുൻകെട്ടും പിൻകെട്ടുമുണ്ട്. പിന്നിലെ കെട്ട് നമ്മൾ വഴിയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. അത് വലിപ്പം കൂടുതലാണ്. പക്ഷേ യാത്ര മുന്നോട്ട് പുരോഗമിക്കും തോറും ആ കെട്ട് കുറഞ്ഞു വരും. അതിൻ്റെ സാധനങ്ങൾ എടുക്കും. മുന്നിലെ കെട്ട് അവിടെ ഉണ്ടാവും. ഇത് നമ്മുടെ പ്രാരബ്ധമാണ്, കർമ്മവാസനകൾ. ഇത് 18 പടിയും കയറി മുകളിലെത്തി ഭഗവാന്റെ അടുത്തെത്തി നെയ്ത്തേങ്ങ കൊടുക്കണം. നെയ്ത്തേങ്ങ അഹങ്കാരമാണ്. അതിനകത്തെ നെയ്യ് നമ്മുടെ ചൈതന്യം. ഈ അഹങ്കാരത്തിലിരിക്കുന്ന ജീവചൈതന്യത്തിന് ഭഗവത് ചൈതന്യത്തിൽ ലയിപ്പിക്കണം. നെയ്യ് അഭിഷേകം. അങ്ങനെ ഭഗവത് ചൈതന്യത്തിൽ ലയിച്ച അഹങ്കാരം അത് പ്രസാദമാണ്. പിന്നെ പ്രസാദമാണ് നമുക്ക് ജീവിതത്തിനെ പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കാനുള്ള കഴിവ് തരുന്നത്. ഇതൊക്കെ താത്വികമായിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് നമ്മളൊരു ഫോർമാലിറ്റി ആയിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. അറിയില്ലേ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പോൾ കിട്ടും. എവിടെ കിട്ടും?
ഇവിടെ കിട്ടും, ഇവിടെ കിട്ടുമെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്മളുടെ വാക്കും പ്രവൃത്തിയും കൂടി ചേരുന്നില്ല. ഒരു മുദ്രാവാക്യം വിളിച്ചു പോകുന്ന പോലെ പോകുന്നത്. ഞാൻ എന്താണോ പറയുന്നത് എൻ്റെ ജീവിതവുമായിട്ട് അതിൻ്റെ ബന്ധം എന്താണ്? ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ ആയി പോകരുത് ശബരിമല തീർത്ഥയാത്ര. അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ മനുഷ്യ ജീവിതത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. 18 പടികൾ തൊട്ട് കയറണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഭക്തി സംസാര മുക്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ 18 പടികളുടെ തത്വം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ സംസാരത്തിൽ ജീവിക്കുമ്പോൾ, ഈ വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വിഷയങ്ങളായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരം, ഇതാണ്. അപ്പോൾ ഈ വിഷയങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ, അതുമായിട്ട് നമ്മൾ ഇടപെടുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അനുഭവങ്ങളുടെ സൂക്ഷ്മതലങ്ങൾ 5 തന്മാത്രകൾ, അതിൻ്റെ ഉത്ഭവസ്ഥാനം 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. ഇപ്പോൾ 5 ഇന്ദ്രിയങ്ങളും തന്മാത്രകളും പഞ്ചഭൂതങ്ങളും 15 തത്വമായി. ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ ഞാൻ 18 പടിയിൽ തൊട്ട് തൊഴുതു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ ഓരോ തലവും അതിക്രമിച്ചു. അതിൻ്റെ അഹങ്കാരത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ കയറി അതിനെ ഇല്ലാണ്ടാക്കി ചവിട്ടി അതിനപ്പുറത്തേക്ക് പോകുന്നത്. ഇത് ഓർമ്മ വരണം. അത് കഴിഞ്ഞ 15 പടിയും കഴിഞ്ഞ 16ാമത്തെ പടി മനസ്സാണ്. എല്ലാ അനുഭവങ്ങളെയും ഒന്നിപ്പിക്കുന്ന മനസ്സുണ്ടെങ്കിലേ നമ്മൾക്ക് അനുഭവങ്ങൾ അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ ബുദ്ധി, ഞാൻ എന്തിനെ കാണുന്നു, എന്തിനെ അറിയുന്ന ബുദ്ധി 17. ഇതിനെ എല്ലാം ഞാൻ അറിയുന്നു എന്ന തലത്തിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന അഹങ്കാരം. ഞാൻ ചേർന്നാലേ നമുക്ക് അനുഭവങ്ങളുള്ളൂ. ഞാനില്ലാത്ത സമയത്ത് അനുഭവങ്ങളില്ല. നല്ല ഉറക്കത്തിൽ ആർക്കും ഒരു അനുഭവമില്ല. അന്നേരം ഞാൻ ഇല്ല. അനുഭവങ്ങളൊന്നുമില്ല എന്നൊരു അനുഭവം, അത് ഈ ഞാനല്ല, അത് സാക്ഷാൽ ഞാൻ, ബ്രഹ്മം, തുരീയം എന്ന് പറയും. നമ്മളുടെ ഉറക്കം, സ്വപ്നം, ഉണർന്നിരിക്കുന്ന ഈ 3 അവസ്ഥയെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 3 അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന അവസ്ഥാത്രയം എന്ന് പറയും. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന പരമാത്മാവ് അകത്താണ്. നമ്മൾ നിത്യജീവിതമാണ്. നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് 18ാം പടി കയറൽ. 18 പടി കയറി കഴിയുമ്പോൾ, അഹങ്കാരത്തിന് കഴിയുമ്പോൾ തത്വമസി, ഭഗവാൻ പറഞ്ഞത് തത്വമസി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തത്വം അസി, തത് ബ്രഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ത്വം വളരെ വിസ്തരിച്ച് പറയേണ്ട മഹാവാക്യമാണ് തത്വമസി. എന്ന് ചുരുക്കി പറയാം. ത്വം നീ ജീവൻ, അസി ആകുന്നു, ജീവൻ ബ്രഹ്മമാകുന്നു. നമ്മളോട് പറഞ്ഞിരുന്നു ആര്? അയ്യപ്പസ്വാമി. അവിടെ ധർമ്മശാസ്താവ് ഇരിക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ കയ്യിൽ ജ്ഞാനമുദ്ര കാണും, ഉപദേശമുദ്ര, ചിന്മുദ്ര എന്ന് പറയും. ഇപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കും എന്തിനാണ് അയ്യപ്പസ്വാമി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ദേഹം, മനസ്സ്, ബുദ്ധി, ഇതിനെ ജീവൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഈ ജീവനെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കണം. ഇതാണ് ചിന്മുദ്രയുടെ രഹസ്യം, ഉപദേശമുദ്ര. ഇത് ഗുരുസ്ഥാനത്തിരിക്കുന്നവരെ പറയുള്ളൂ. ഇത് അറിയാനാണ് നമ്മൾ പോകുന്നത് അവിടെ. ഈ തത്വം പറഞ്ഞു കൊടുത്താരാണ്? ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്താണത്. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ വിവേകാനന്ദ സ്വാമി ജ്ഞാനമുദ്രയുടെ അർത്ഥം അന്വേഷിച്ച് നടന്ന് അവസാനം ചട്ടമ്പി സ്വാമിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് സംഭവം. നമ്മളൊക്കെ ആ നാട്ടിൽ നിന്ന് വന്നു, ചട്ടമ്പി സ്വാമിയുടെ നാട്ടിലെ ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനൊരു വലിയ പാരമ്പര്യമുണ്ട്. ഈ ലോകത്തിന് എന്നൊക്കെ താത്വികമായിട്ട് ചിന്തയിലൂടെ നയിച്ചിട്ടുണ്ടോ? കേരളക്കരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് ആ വഴിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് മടിയാണ്. അയ്യേ അങ്ങോട്ട് പോകും. കാരണം നമ്മൾ ഈ വിധത്തിൽ ഭക്തിയെ മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഈ തലത്തിൽ എത്തിക്കഴിഞ്ഞ ഒരാളുടെ ഉള്ളിൽ നിന്നും പിന്നീട് വരുന്നതെല്ലാം ദൈവികമായ കർമ്മങ്ങൾ മാത്രമാണ്. അതിനും 2 വിധത്തിൽ നമ്മൾ നോക്കിക്കാണാനുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുപാട് അയ്യപ്പ സംഘങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞു തോന്നരുത് കേട്ടോ. അത് വളരെ കാലമായിട്ട് ഞാൻ എവിടെയൊക്കെ പ്രഭാഷണത്തിന് പോകണ്ട അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം. ഒരുപാട് കൊച്ചു അയ്യപ്പ സംഘങ്ങളുണ്ട്. അവർ തമ്മിൽ മത്സരമാണ്. ഞങ്ങൾ 50 ആളെ കൊണ്ടുപോയി, ഞങ്ങൾ 60 ആളെ കൊണ്ടുപോയി, ഞങ്ങൾ 108 ആളെ കൊണ്ടുപോയി. അതിലാണ് സീനിയോറിറ്റി. നിങ്ങൾ എത്ര ആളെ കൊണ്ടുപോയി എന്നുള്ളതല്ല, എത്ര പേർക്ക് അയ്യപ്പ ദർശനം ഉണ്ടായി. പലരും പറഞ്ഞു ഞാൻ 60 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു, 70 വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു. ഈ പോക്കുവരവിൻ്റെ സീനിയോറിറ്റി അല്ല ശരിക്കുള്ള സീനിയോറിറ്റി. അങ്ങോട്ട് പോയി അയ്യപ്പ ദർശനം എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നതെല്ലാം അയ്യപ്പനാണെന്ന് തോന്നിയോ? എങ്ങും നിറഞ്ഞ പൊരുളേ നമ്മൾ ശരണം വിളിക്കും. എൻ്റെ അകത്തും പുറത്തുമുള്ളത് അയ്യപ്പ ചൈതന്യമാണെന്ന്
ബോധിച്ചോ? ഇതുണ്ടെങ്കിൽ ദർശനം പൂർണ്ണമായി. ഇല്ലെങ്കിൽ എല്ലാ വർഷവും പ്രൊജക്റ്റാണ്. ഇപ്പോഴൊക്കെ പോകുന്ന പറഞ്ഞാൽ സ്പിരിച്വൽ പിക്നിക്കാണ്. ഗവൺമെൻറ്റിന് അത് മുതലെടുക്കണില്ല. സ്പിരിച്വൽ ടൂറിസം എന്നാണ് പറയുന്നത്. ഇത് ടൂറിസമാണ്. വിനോദയാത്രയാണോ തീർത്ഥയാത്ര? ഇത് രണ്ടും രണ്ട് വഴിക്കാണ്. പക്ഷെ ഗവൺമെൻറ്റിന് കാശ് വേണം. ഇപ്പോൾ സ്പിരിച്വൽ പിക്നിക്കായിട്ട് മാറി തുടങ്ങി തീർത്ഥയാത്രകൾ. മിക്കവാറല്ല ഓടിപ്പോവും, അവിടെ പോകും, ഒരു ദിവസം കൊണ്ട് ചെല്ലും, 2 ദിവസം കൊണ്ട് ചെല്ലും, അവിടെ പോകും, സന്നിധാനത്ത് പോയിട്ട് ചുട്ടും കുറിപ്പിച്ച് ഒരു സെൽഫി എടുക്കും, ഫേസ്ബുക്കിലിടും, കഴിഞ്ഞു, പ്രൊജക്ട് കംപ്ലീറ്റ്. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയും, ഇതാ ഞാൻ ഇത്ര മണിക്ക് എത്തിട്ടോ, എന്താ സ്പെഷ്യൽ ചേർന്നുണ്ടാക്കി വെച്ചോളൂ. പ്രൊജക്ട് കംപ്ലീറ്റ്. 41 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ആധ്യാത്മിക സംസ്കാരം ഉണ്ടാവും. 21 ദിവസം മതി. ഒരു കാര്യം 21 ദിവസം ഒരേപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ 41 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു ആധ്യാത്മിക സംസ്കാരം നമ്മുടെ ഉള്ളിലെ പവറാണത്. അതിനെ തിരിച്ചു വരുമ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് വരികയല്ല വേണ്ടത്. അതിനെ തിരിച്ചു വന്നാൽ ഈ മുദ്ര ഊരി വെച്ചാലും അയ്യപ്പ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ടില്ലേ, നമ്മുടെ ഉപാസനമൂർത്തിയാണോ ധ്യാനിച്ചുകൊണ്ട് ആ ശക്തിയെ വീണ്ടും വളർത്തി വളർത്തി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇതെന്നും കെട്ടിയിട്ട പോലെ അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇതാണ് തീർത്ഥയാത്രയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? ഗുരുസ്വാമിമാർ തമ്മിൽ സ്പർദ്ധ, ഈഗോ ഇഷ്യൂസ് ആണ് പല സ്ഥലത്ത്. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു അയ്യപ്പ പൂജ നടന്ന അവിടെ ഇതിനേക്കാൾ കുറച്ച് ഗംഭീരമായിട്ടവിടെ. ഇവിടെ ഒരു സെറ്റ് തായം പറഞ്ഞു, ഞങ്ങൾ 2 സെറ്റുകളാണ്. പിന്നെ പടക്കം പൊട്ടിക്കൽ, കരിമരുന്ന്, എന്തെല്ലാം വിധം വേണ്ടാത്ത ധൂർത്ത്. ശരിക്കും പറഞ്ഞാൽ ധൂർത്ത്. അത്യാവശ്യം വേണ്ട ആചാരങ്ങളൊക്കെ നടത്താം. നമ്മൾ ആലോചിക്കും, നമ്മൾ ധൂർത്ത് ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനിച്ച പൈസയാണ് ഈ വെറുതെ കൊണ്ടേ കളയുന്നത്, കത്തിച്ച് കളയുന്നത്. ആചാരത്തിന് വേണ്ടതൊക്കെ ആവാം, അനാവശ്യമായിട്ട് അതിസർവത്ര വർജിയെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരോടെ നമ്മൾ മത്സരിക്കുന്നത്? ഇതാണോ ഭക്തി വേണ്ടത്? നമ്മളുടെ സമയം ഏറ്റവും വിലപിടിച്ചതാണ് സമയം. നമുക്കൊക്കെ അനുവദിച്ചൊരു സമയമുണ്ട് ഈ ഭൂമിയിൽ. ഞങ്ങൾ ക്ലാസ്സിൽ മണിക്കൂറുകൾ കണക്കൂട്ടി കാണിച്ചു കൊടുക്കും. ഇത്ര മണിക്കൂർ ഒരു മനുഷ്യൻ ഭൂമിയിൽ 100 വർഷം ജീവിച്ചാൽ പോലും നമുക്ക് കിട്ടുന്നത് എത്ര? 3 ലക്ഷത്തി ചില്ലാനും മണിക്കൂറുകളാണ് കണക്കൂട്ടി കഴിയുമ്പോൾ. അതിൽ തന്നെ നമ്മൾ 50 വർഷം 60 വർഷമൊക്കെ ജീവിച്ചു കഴിഞ്ഞു. ബാക്കി 10-15 കൊല്ലം 1/3 നമ്മൾ ജീവിക്കുന്നുള്ളൂ. അപ്പം 5 വർഷം, അതിലെത്ര മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കേണ്ട? ഇതേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ജീവിതത്തിന് എവിടെ എത്തിക്കണം? ഇന്നിപ്പോൾ രാവിലെ എൻ്റെ ഓഫീസിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ഞാൻ കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് വരികയാണ്. വരുന്ന വഴിക്ക് എൻ്റെ ഓഫീസിലെ ഒരാൾ, അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നതാണ്, എല്ലാ വർഷവും പോകും. പക്ഷെ ഓഫീസ് എൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന ആൾ, പുള്ളിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ബാർ അറ്റാച്ചഡാണ്. ഡ്രോയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ബോട്ടിലും കുപ്പിയും. ഫയലെടുത്ത് ഇങ്ങനെ നോക്കുന്നിടത്ത് ഇങ്ങനെ ഒഴിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. ഞാൻ എനിക്ക് എന്തിനാ സാധിക്കും, ഇതും കൂടി ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ തീർന്നു പോയി. ഇതാണ് പുള്ളിയുടെ ന്യായം. അദ്ദേഹം മരിച്ചു. നല്ലൊരു ജീവിതം, നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ, അയ്യപ്പസ്വാമിയുടെ ഭക്തനാണ്. പക്ഷെ ഈ പോയി വന്നതിനെ 41 ദിവസം ആൾക്ക് ഒരു കുഴപ്പമില്ല. പോയി വന്നു കഴിഞ്ഞ് എന്തുകൊണ്ട് ആ ശക്തി ഉപയോഗപ്പെടുത്തുന്നില്ല? അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടെയൊക്കെ ഗുരുസ്വാമിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെ ആത്മീയമായ ശക്തി സംഭരിച്ചു വെക്കാം, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം. ഈ ആത്മീയ ശക്തിക്ക് ഒരു ഗുണമുണ്ട്. അതിനെ നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അത്രത്തോളം അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. തുടക്കത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഭാഗവതം വായിക്കുന്നവർക്കറിയാം, ഭഗവാൻ കുട്ടിയായിരുന്നപ്പോഴേ അസുരന്മാർ വന്നിട്ടുള്ളൂ. ഭഗവാൻ വലുതായപ്പോൾ അസുരന്മാരൊന്നും വന്നിട്ടില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളുടെ ഉള്ളിൽ ആധ്യാത്മിക ഭാവം ഉണരുമ്പോൾ ഉണ്ണിക്കണ്ണൻ വരുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന പ്രതിലോമ ശക്തികൾ, ആസുരിക ശക്തികൾ ഒരുപാടുണ്ടാവും. അത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കണം, സംരക്ഷിച്ച് നിർത്തണം. ഭഗവാൻ വളർന്നു കഴിഞ്ഞാൽ അസുരന്മാരെ കൊല്ലൽ മൂപ്പര പരിപാടിയാണ്. പിന്നെ നമ്മളൊന്നും അറിയണം. ആ തുടക്കത്തിൽ പതറി പോകാൻ പാടില്ല. ഇതൊരു ഭക്തന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആധ്യാത്മിക ശക്തിയെ സമൂഹത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് വിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത് അവനവൻ തന്നെ ഏറ്റെടുക്കേണ്ട വിധിയാണ്. ഇവിടെ നമ്മൾ അയ്യപ്പ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഗുരുസ്വാമിമാർ ഏറ്റെടുക്കേണ്ട വിധിയാണ്. അവർ ശാസ്ത്രം പഠിക്കണം, ബാക്കിയുള്ള അയ്യപ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ഗുരു ആവണം. പേരിൽ ഗുരുസ്വാമി, ഈ മിസ്റ്റർ ശ്രീ എന്നൊക്കെ എഴുതുന്ന പോലെ ഗുരുസ്വാമി ആയാൽ പോരാ, അവർ ഗുരു ആയിരിക്കണം. ആധ്യാത്മികമായ ശാസ്ത്രം പഠിക്കണം, കൂടെയുള്ളവർക്ക് വഴി കാണിക്കണം, ശാസ്ത്രത്തിൻ്റെ വെളിച്ചം നൽകണം. അതവരുടെ ഉത്തരവാദിത്തമാണ്.
ഈ പറഞ്ഞു തന്നിരിക്കുന്ന ശാസ്ത്രങ്ങളെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ ഹിന്ദുവിൻ്റെയും ഉത്തരവാദിത്തമാണ്. പഞ്ചമഹായജ്ഞങ്ങളിലെ ആദ്യത്തെ യജ്ഞം പറഞ്ഞിരിക്കുന്ന ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നാണ്. പഠിക്കുക, അവർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളെ പഠിക്കുക, പ്രചരിപ്പിക്കുക ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചമഹാപാപങ്ങളിൽ ഒരു പാപമാണ്. ഈ പാപമാണോ നമ്മൾ ചെയ്യുന്നത്, അതോ ഞാൻ യജ്ഞം ചെയ്യണം? വളരെ എളുപ്പമല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളൊക്കെ പഠിക്കാം. ഈ യൂട്യൂബ് നോക്കി അവിടെ നോക്കി തോണ്ടി ഇരിക്കുന്ന നേരം കൊണ്ട് യൂട്യൂബിൽ നിന്ന് നല്ല സത്സംഗങ്ങൾ കിട്ടാറുണ്ട്, നല്ല നല്ല സ്വാമിമാരുടെ. അത് കേൾക്കുക, പഠിക്കുക, കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എവിടെയെങ്കിലുമൊക്കെ അത് കയറി ക്ലിക്കാവും. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ളത് ആത്മബോധമാണ്. എല്ലാവരും ആത്മാവാണ്. അവനവനെ കുറിച്ചാണ് ഈ ശാസ്ത്രം പറയുന്നത്, അല്ലാതെ പുസ്തകത്തിലെ ശാസ്ത്രമല്ല. നമ്മളിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുക, ജൂൾസ് ലോ പഠിച്ചു, ന്യൂട്ടൺസ് ലോ പഠിച്ചു, മാർക്ക് വാങ്ങാൻ പഠിച്ചു. ആധ്യാത്മിക ശാസ്ത്രം ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത്, എന്നെക്കുറിച്ചാണ് ഓരോ പുസ്തകവും പറയുന്നത്. ഈ ബോധം ഉണ്ടായാൽ നമുക്ക് പുസ്തകം വായിക്കാൻ ഒരു മടിയുണ്ടാവില്ല. ഗുരുസ്വാമിമാരുടെ ഉത്തരവാദിത്തമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം വരുന്ന അയ്യപ്പന്മാര് ഗുരുസ്വാമി ആയിട്ടില്ല. അപ്പൊ പോകുന്നതിന്റെ സീനിയോറിറ്റി അല്ല, അറിവിന്റെ വെളിച്ചത്തിൽ വേണം ഗുരുസ്വാമിമാരാവാനുള്ളത്. ഇങ്ങനെ ആയിത്തീർന്ന ഗുരുസ്വാമിമാര് പരസ്പരം പോരടിക്കില്ല, എല്ലാവരും കൂടി ഒന്നാവും. ഇന്നിപ്പോ ഈ അയ്യപ്പ സംഗമം എന്ന പേര് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാൺ ഭാഗത്ത് ഈ ബിൽഡിങ്ങിലൊരു അയ്യപ്പ പൂജ, ഈ ബിൽഡിങ്ങിലൊരു അയ്യപ്പ പൂജ, പരസ്പരം മത്സരമാണ്. ഈ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് ഒത്തു. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തു ചേരണമെങ്കിൽ ശബരിമലയിൽ വേറെ ഏതെങ്കിലും സ്ത്രീ പ്രവേശനം വിഷയങ്ങളൊക്കെ വരണം. അപ്പൊ എല്ലാവരും കൂടി ഒത്തു ചേർന്നൊന്ന് നാമം ചൊല്ലും. ഇപ്പൊ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയി നമ്മൾ എല്ലാവരും കൂടി ഓടി ചേർന്ന് ഒന്ന് നാമം ചൊല്ലി കഴിഞ്ഞു. നമുക്ക് യോജിക്കാൻ അറിയായിട്ടില്ല, പക്ഷെ ആരെങ്കിലൊക്കെ ഉന്തിത്തള്ളി വിടണം. ഇതെങ്കിലും സ്വന്തമായിട്ട് ചെയ്തുകൂടെ? ഇവിടെയാണ് ഗുരുസ്വാമിമാരുടെ കഴിവ് വേണ്ടത്. ഗുരുസ്വാമിമാർ ഒന്നിച്ചാൽ അയ്യപ്പന്മാർ ഒന്നിക്കും. ഈ വിഭജിച്ച് നിൽക്കുന്ന ഡിവിഷൻ ഈസ് എ വയലൻസ് എന്ന് സ്വാമി വിവേകാനന്ദ തന്നെ പറഞ്ഞു. വിഭജിച്ച് നിൽക്കുന്നത് തന്നെ അക്രമമാണ്, ചെയ്യാൻ പാടില്ല. ഒരേ തത്വത്തിൽ ഇത് നമ്മൾ എവിടെ കാണും? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നോക്കൂ. രാഷ്ട്രീയത്തിന് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടും അവിടെ. പക്ഷെ എന്തുകൊണ്ടത് ഭക്തിയുടെ കാര്യത്തിൽ നടക്കണില്ല? നമുക്ക് ഒത്തുകൂടാനുള്ള കഴിവുണ്ട്, അവനവൻ്റെ ഈഗോ വിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരു ഒത്തുകൂടൽ ചേർന്നും ഗുരുസ്വാമിമാരുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾ ഈ വഴിക്ക് നയിക്കുന്ന ഉപാസ്യ ദേവതമാരെ ആരാധിക്കൽ തന്നെ. ദേവപൂജ, ദേവയജ്ഞം, ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച് നിർത്തുക, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ക്ഷേത്രത്തിലെ പൂജാരിമാർ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടും ഈ കമ്മിറ്റിക്കാർ കൊടുക്കുന്ന ശമ്പളം കൊണ്ടും ഒക്കെ വേണം അവർ ജീവിക്കാൻ. ഈ കാലത്ത് അതൊന്നും അത്ര വലിയ പൈസ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട്